പാഠം 735 കുടുംബ സമാധാനത്തിന് ഒരു കുറുക്കുവഴി. ഹലോ, അതെ. വിദ്യ. ഞാനിന്ന് ലീവാ. അതോർത്ത് നീ വിഷമിക്കണ്ട. പൈസ ഞാൻ ആരുടെയെങ്കിലും കൊടുത്തുവിടാം. അതെ, ഇന്നലെ ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര എളുപ്പമുണ്ടായിരുന്നു. സാരമില്ല, പൈസ നിനക്ക് ഉച്ചയാകുമ്പോ കിട്ടിയാ പോരെ. അത് ഞാൻ ഏറ്റു. പൈസയുടെ കാര്യമൊക്കെ ആണല്ലോ ചർച്ച. വിദ്യക്ക് പെട്ടെന്ന് കുറച്ച് പൈസക്ക് അത്യാവശ്യം വന്നു. ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. എത്ര രൂപ? 10,000. 10,000 രൂപ നിന്റെ കയ്യിൽ എവിടെ നിന്നു? അത് കൊള്ളാലോ. ഞാനേ അത്യാവശ്യം കേസൊക്കെ ഉള്ള ഒരു വക്കീല. എനിക്കാണ് ഒരു 10,000 രൂപയ്ക്ക് പാട്. ഇന്നലെ സക്കറിയ സർഫീസ് തന്നു, അതിന്റെ കയ്യിലുണ്ട്. കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി അത് വിദ്യാലക്ഷ്മി കൊടുക്കണമെന്നില്ല. ആ പൈസ ഇങ്ങോട്ട് ഞാൻ കൊണ്ട് ബാങ്കിലിട്ടേക്കാം. അത് സാറിന്റെ കയ്യിലൊന്ന് വെച്ചാ മതി. വിദ്യക്ക് കാശ് കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ വാക്ക് കൊടുത്തത്. മോഹനേട്ടന്റെ പൈസ ആയിരുന്നെങ്കിൽ മോഹനോട് ചോദിക്കണായിരുന്നു. പക്ഷെ ഇത് മോഹനേട്ടന്റെ പൈസ അല്ല. എന്റെ പൈസ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെലവാക്കും. പിന്നീട് എനിക്കൊരാവശ്യം വരുമ്പോ മോഹനേട്ടൻ അതൊന്നും തിരിച്ചു തരില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ ഫീസ് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. കേട്ടാ? സാറേ നമസ്കാരമുണ്ട്. സാറിന്ന് അല്പം നേരത്തെ ആണല്ലോ. സ്ഥലമുളക്കലോ വല്ല പരിശോധനയോ മറ്റോ ആയിരിക്കും. അല്ലെങ്കിൽ സാർ ഇങ്ങനെ നേരത്തെ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് നമ്മളെ തീരെ ബഹുമാനമില്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകുന്നില്ലല്ലോ. എന്താണ് സാറേ, രാവിലെ വക്കീലായിട്ട് ഒരു ഭയങ്കര വഴക്ക് നടന്നിട്ടുണ്ടല്ലോ. ഇന്ന് എന്താണ് സംഭവം? ഉത്തമ, ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം എന്താണ്? എന്താ? ഭർത്താവ് പറയുന്നത് അനുസരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതൊക്കെയല്ലേ? പക്ഷെ ഭാമ അങ്ങനല്ല. എന്തു പറഞ്ഞാലും ധിക്കാരം, അനുസരണക്കേട്, പണം ധൂർത്തടിക്കൽ. എന്ത് ചെയ്യാനാ? എന്റെ സാറേ, ഇത് പഴയ കാലമൊന്നുമല്ല. പെണ്ണുങ്ങൾ പഴയതുപോലെ ഭർത്താക്കന്മാരെ അനുസരിച്ച് ജീവിക്കൊന്നുമില്ല. ഒന്നാമത് എല്ലാവർക്കും വിദ്യാഭ്യാസം ജോലിയുണ്ട്. എന്ന് വെച്ചാൽ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും ഭാര്യ ഭർത്താവിനേക്കാൾ താഴെയാണ്. അതല്ലേ നടപ്പ്? ആ നടപ്പൊന്നും ഇനിയിപ്പോ നടക്കില്ല സാറേ. കാലമൊക്കെ മാറിപ്പോയില്ലേ. ഒന്നുകിൽ ഇതെല്ലാം കണ്ട് കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ പ്രഹ്ലാദ സാറ് കാണിച്ചതുപോലെ എന്തെങ്കിലും കാണിക്കുക. പ്രഹ്ലാദനോ? ഏത് പ്രഹ്ലാദൻ? സാറിന്റെ ആഫീസിലെ കാഞ്ചന സാറിന്റെ ഭർത്താവ് പ്രഹ്ലാദ സാറ്. അങ്ങ് ഇരുന്നലെ കാണിച്ച ഒരു കൈവിട്ട കളിയല്ലേ. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാഞ്ചന സാറിന്റെ മനസ്സങ്ങ് മാറിയില്ലേ. കാര്യം പറയ. സാറായത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ സംഭവം ലോകത്ത് എനിക്കും പ്രഹ്ലാദ സാറിനും നാടകക്കാരൻ ശങ്കരൻകുട്ടിക്കും അല്ലാതെ വേറെ ആർക്കും അറിഞ്ഞൂടാ. ഇതിന്റെ ഇടയിൽ ചെടിച്ചട്ടി. ഈശ്വര കാത്തോണെ കൈവിട്ട കളിയാണ്. ഭക്തേ ഇവിടെ. എന്താണ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ഞാൻ ഭക്തയെ കാണാനാണ് വന്നത്. ഭിക്ഷക്കിറങ്ങിയതാണോ? ഒരു മിനിറ്റ് പോരാമേ. നിൽക്കൂ. വരൂ വരൂ വരൂ. ഞാൻ തെണ്ടി തിരിഞ്ഞ് ഭിക്ഷയ്ക്ക് വേണ്ടി വന്നതല്ല. കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയാൻ കഴിവുള്ള ഒരു സിദ്ധനാണ് ഞാൻ. ഭക്തയുടെ ആ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. സിദ്ധന്മാരിലും മന്ത്രവാദികളിലും ഒന്നും ഭക്തയ്ക്ക് തീരെ വിശ്വാസം ഇല്ല അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് മനസ്സിലായി ഭക്തേ. വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. കണ്ണിലെ തിളക്കം കണ്ടാൽ അറിയാം പഠിച്ചത് നിയമമാണെന്ന്.
ഉത്തമ ഇതെന്താ ഈ വേഷത്തില്? ആ, നടക്കണം അങ്ങോട്ട്. അയ്യോ ഇനി അടിക്കരുത്, ചത്തോഴി. അടിക്കരുത്. ഇങ്ങോട്ട് മാറിക്കണ. മാറി ഇന്ന്. ദാ. ഈ വേഷത്തിൽ സംശയകരമായി കണ്ട ഇയാളെ ഞങ്ങളങ്ങ് പൊക്കി നട്ടൽ നോക്കി 4 എണ്ണം കൊടുത്തപ്പോ താടിയും മീശയൊക്കെ മാറ്റി ഉത്തമനാണേന്ന് പറഞ്ഞു. ഹ്, എന്തിനാ ഈ വേഷം കെട്ടിയെന്ന് ചോദിച്ചപ്പോ മോഹനകൃഷ്ണ സാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. സാറിനോട് അത് പറഞ്ഞ് ചോദിച്ചുറപ്പിക്കാൻ വന്നതാ. എനിക്ക് അറിഞ്ഞൂടാ. സാറ് പറഞ്ഞിട്ടാണ് ഉത്തമൻ ഈ വേഷം കെട്ടിയത്. സാറേ ഇങ്ങോട്ട് നോക്ക്. അതേന്ന് പറ സാറേ. സാറേ ഈ ക്ലബിന്റെ വാർഷികത്തിന് ഫാൻസി ഡ്രസ് മത്സരത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത് സാറിനോട് പറഞ്ഞപ്പോ ഈ സാറാണ് പറഞ്ഞത് വെറുതെ ചാടിക്കേറി അങ്ങ് മത്സരിച്ചിട്ട് കാര്യമില്ല, ആദ്യം ഈ വേഷം കെട്ടി കാണിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒന്ന് റിഹേഴ്സൽ നടത്തി നോക്കിയതാണ് സാറേ. സാറേ അതേന്ന് പറ സാറേ, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോ പറ സാറേ. സാർ പറ. അതെ അതെ ആ അതേന്ന് ദാണ്ട ഞാൻ അതെ. പറഞ്ഞിട്ട് തന്നെ ഉത്തമൻ അത് ചെയ്തത്. ആ അത് ശരി. പക്ഷെ ഇതൊക്കെ എടുത്തിട്ട് റോഡ് ഇറങ്ങിയത്. അല്ല അത് പിന്നെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വില്ലാഫീസിലോട്ട് വരികയായിരുന്നു. പിന്നെ എന്റെ അഭിനയ പാഠവൻ സാറിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാമല്ലോ. അപ്പോഴാണ് എന്നെ ഇവര് ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ ഓട്ടിച്ചിട്ട് പിടിച്ചത്. ഇതൊക്കെ സത്യമാണോ സാറേ? അതെ അതേന്ന് എല്ലാം സത്യം. നിങ്ങൾ പൊയ്ക്കോ സാറന്മാരെ. ഓ ശരി. മേലില്ലെങ്കിലും ഇത്തരം പണി കാണിക്കരുത്. ഓ. നിങ്ങൾക്ക് ആൾമാറാട്ടം നടത്തണമെങ്കിൽ പോലീസുകാരെ അറിയിച്ചിട്ട് നടത്തണം. പോകാൻ ഭരത. ചെന്നട്ടെ സാർ, ഒരുപാട് ഇനി ഇതുപോലുള്ള വേഷത്തിൽ കാണരുത്. കാണരുത്. ഞാൻ കാല് പിടിക്കാം. പോയാ അവന്റെ ഒരു പ്രച്ഛന്ന വേഷം. വക്കീലിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒമ്പോ ഇതിനേക്കാൾ പോലീസിന്റെ ഇടി എന്നെ കൊള്ളാം.